സാറേ സ്റ്റാർട്ട് ചെയ്യാവോ? സോമേട്ട സ്റ്റാർട്ട് ചെയ്തോളൂ. സോമേട്ട സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, വി ആർ ഓൾ ഹിയർ ടു ഹിയർ യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നും പതിവ് പോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും സന്തോഷത്തിന്. ഇന്ന് കിട്ടിയ സന്തോഷത്തിന്റെ കാരണമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വിനോദ് സാറിന്റെ വീട്ടിൽ വെച്ച് കിട്ടിയതാണ്. ആദ്യം നിങ്ങളെ ഞാനൊന്ന് തുറന്ന് കാണിക്കാം. IMC-യിൽ കേവലം 15 ദിവസത്തെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് സിൽവർ സ്റ്റാർ. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ID കാർഡ്, കമ്പനിയുടെ MD ചെയർമാനൊക്കെ സൈൻ ചെയ്ത ID കാർഡ്. ഇതിൽ ഏറ്റവും സന്തോഷം പൂർണ്ണം പങ്കുവയ്ക്കാൻ ഇത് കാണാവോ എല്ലാവർക്കും? കാണാവോ? കാണാം കാണാം സോമേട്ട. റൈറ്റ്. ഇത് നിങ്ങളെ കാണിച്ചിട്ട് വേണം എനിക്ക് ഇതിവിടെ ഫിക്സ് ചെയ്യാൻ. അടുത്ത ബുധനാഴ്ച ഇവിടെ ഫിക്സ് ചെയ്തോളാം. ഞാൻ ഇതെല്ലാം കാണിക്കാൻ ഒരു കാരണമുള്ളത്, ഇത് എല്ലാവർക്കും പ്രാപ്യമാണ്. ഒരു പക്ഷേ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം ഇത് പിന്നെ ലീഡേഴ്സ് ആയിട്ടുള്ള നമ്പൂർ സാറിന് എനിക്ക് അതേപോലെയുള്ള മറ്റുള്ളവർക്കൊക്കെ മാത്രമാണ് കിട്ടണമെന്നുള്ള അങ്ങനെ ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതില് നമ്മുടെ വിനോദ് സാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് നമ്മൾ സൂപ്പർമാനായിട്ട് കിട്ടുന്നതല്ല, നമ്മളൊരു മെൻ മാത്രമാണ്. കമ്പനിയുടെ സിസ്റ്റം പ്ലാൻ എല്ലാം സൂപ്പറാണ്. ആ സൂപ്പറിലേക്ക് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർമാനായി മാറും. ഇത്രേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് പതിയെ ആരംഭിക്കാം. ഏതാനും ചില വാക്കുകൾ പുതിയ ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും. അതിലൊക്കെ പുതിയ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ഒന്ന് ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ IMC-യിൽ 350ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അതിലേറ്റവും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഉൽപ്പന്നമാണ്, അതല്ലെങ്കിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പ്രൊപ്പറൈറ്ററി മെഡിസിൻ ആയിട്ടുള്ള ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത്. അതായത് നമ്മുടെ ആരോഗ്യം, അതിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ചോദിക്കും, എന്തിനാണിത്? അതായത് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളിൽ നിന്നുള്ള നമ്മളെ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുവന്ന് നമുക്കുള്ള ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ ജീവിതത്തെ നമുക്ക് ജീവനയോഗ്യമാക്കാൻ സാധിക്കൂ. അപ്പൊ മനസ്സിൽ തോന്നുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടല്ലോ. അപ്പൊ എന്താണ് രോഗം? രോഗം എന്ന് പറഞ്ഞാൽ തെറ്റായ ജീവിതശൈലി കൊണ്ടിട്ടുണ്ടായി എങ്ങനെയാണ് കുറെ കാലങ്ങൾ കൊണ്ടിട്ട് നമ്മൾ പതിയെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു എന്താണ് ജീവിതത്തിന്റെ ഉള്ള വൈകല്യങ്ങൾ, അറിഞ്ഞോ അറിയാതെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ അല്ലിത്, മറിച്ച് എന്താണ്, ഒരു ശരിയായ ജീവിതശൈലി, നമ്മൾ പോലും അറിയാതെ ഒരു ശരിയായ ജീവിതശൈലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കടന്നുപോക്കാണ് അതിനകത്തേക്കുള്ള. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തിരുത്തിയേ പറ്റൂ. ആ തെറ്റ് തിരുത്താൻ പറ്റിയ ഒരു അവസരമാണ് IMC ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തെ തരുന്ന കാമധേനുവാണ് IMC. എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്ടം? നമ്മുടെ എല്ലാം വേണം നമുക്ക്, അതെല്ലാം നമുക്ക് നിറയെ കിട്ടും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോ കാണിച്ചത്. 15 ദിവസം കിട്ടിയിട്ടുള്ള അംഗീകാരം എന്നെ സംബന്ധിച്ചത് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, കുറച്ചധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആരാകണം എന്നുള്ളത് അത് മറ്റുള്ളവരാൽ അല്ല നിർണയിക്കപ്പെടേണ്ടത്. ആരാനാലായിരിക്കണം? നമ്മളാലായിട്ടായിരിക്കണം നിർണയിക്കപ്പെട്ടു. അതായത് ഇത്ര പറയാം, ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വ്യക്തിത്വം ആരാണ് നിശ്ചയിക്കേണ്ടത്? നമ്മളാണ്. അതൊരിക്കൽ നമുക്ക് ആ ബോധം ജനിച്ചാൽ, എന്റെ വ്യക്തിത്വം ഞാനാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ ആ ബോധം എന്റെ ഉള്ളിൽ ഒരിക്കൽ സംഭവിച്ചാൽ, ആ ബോധം എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തന്നോണ്ടിരിക്കും. ഞാൻ എത്ര തടഞ്ഞാലും എനിക്കത് ഉണ്ടാക്കി തന്നോണ്ടിരിക്കും. അതിന് പറ്റിയ ഒരു അവസരത്തിലാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ ആരോഗ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് അല്ല പറയുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ വൈകാരികത എല്ലാം കൂടി കൊണ്ടിട്ടുള്ള ഒരു ക്ഷേമം ഉൾപ്പെടുന്ന ഒരു സമ്പൂർണമായ ഒരു
പാരസ്പര്യം, മലയാളത്തിൽ പറഞ്ഞ പാരസ്പര്യം, ഇംഗ്ലീഷിലേക്ക് വരുമ്പോ ഹാർമണി, ഒരു ലയനം, ഒരു ചേർച്ചയാണത്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തൽക്കാലം പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, എന്നാൽ അതൊന്ന് അന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ബുധനാഴ്ച ഡിസീസ് ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. അതായത് അലോജ്യോതി. അലോജ്യോതി നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡ്. എന്തിനാണ്? ഭാവിയിലേക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ഡേ ടു ഡേ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താണ്? അലോജ്യോതി പ്ലസ്. അത് TV, മറ്റേ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതൊക്കെ ധാരാളം സമയം ഇരുന്ന് കണ്ടുകൊണ്ട് കണ്ണിനൊക്കെ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു അൺഹെൽത്ത് അവസ്ഥ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം ഈ സ്പെക്സ് ഒക്കെ ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് എത്താനും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അലോജ്യോതി പ്ലസ് എന്ന് കണ്ടു. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ട്രൂ ഹെൽത്ത്. ഇന്ന് ഒരു ചെറിയ ഗ്യാസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അത് ഡയഗ്നോസ്റ്റിക് സെന്ററിലൂടെ കടന്നൊക്കെ വരുമ്പോൾ അവർ പറയും ആൻജിയോഗ്രാം. അതിന് കയറ്റിയത് ആൻജിയോ പ്ലാസ്റ്റായി, ബൈപ്പാസായി, ഓപ്പൺ ഹാർട്ട്, അതിലേക്ക് പോകുന്നു. കാര്യങ്ങൾ ഒരുപക്ഷെ കറക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇത് എന്തുകൊണ്ടാണത്? നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥിതിയിൽ, ആ ബ്ലഡ് റിലേഷൻ സിസ്റ്റത്തിനകത്ത് ധാരാളം ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകൾ നമുക്ക് വരാതിരിക്കാനും വന്നതിനെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ട്രൂ ഹെൽത്ത്. BP റെഗുലേറ്റ് ചെയ്യും, ബാലൻസ് ചെയ്യും. അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞു. അടുത്ത പ്രോഡക്റ്റ് ആണ് വീറ്റ് ഗോൾഡ്. ഗോതമ്പിന്റെ കുരുന്ന്, അതിന്റെ നാമ്പ്, അതിൽ നിന്ന് ഗ്രീൻ ബ്ലഡ് എന്നാണ് അതിന് പറയുന്നത്. പ്യുവർ ഓക്സിജൻ ആണത്. അത് നമ്മുടെ ഉള്ളിൽ ചെന്ന്, ബ്ലഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻബിൽഡ് ആവും. അതും നമ്മൾ കണ്ടു. അടുത്ത എന്താണ്? ഫ്രഷ് മോർണിംഗ്. കോൺസ്റ്റിപ്പേഷൻ, മാരകമായ ധാരാളം രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ, അല്ലാതെ അതല്ലെങ്കിൽ മലബന്ധം. അപ്പൊ ആ മലബന്ധം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ്? ത്രിബലയും ഇഞ്ചിയും ഇസ്ബഗോളും കാലിമിർച്ച്, കുരുമുളകും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ IBS ഡിസോർഡർ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അല്ലെങ്കിൽ ആ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്, ആ ബിഗിനിങ് കിട്ടാത്ത ബുദ്ധിമുട്ടുന്നവർ ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളത് പ്രൊഡക്റ്റ് ആണ്. അബ്ഡോമിനൽ ബ്ലോട്ടിങ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ 5 പ്രൊഡക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ വളരെ ഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് 6ാം ദിവസമാണ്. അപ്പൊ ആയുർവേദം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആ ശൈലി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ, നമുക്ക് ഭൗതിക ജീവിത ശൈലിയിലൂടെ, വളരെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്, ഭൗതിക ജീവിത ശൈലിയിലൂടെ നമ്മൾ ഓജസ്സും തേജസ്സും സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ച് ഭാരപ്പെട്ടതായി മാറും. ഞാൻ ഒന്നുകൂടെ പറയാം. ഭൗതിക ജീവിത ശൈലിയിലൂടെ നമ്മൾക്ക് സദാ ഓജസ്സും തേജസ്സും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഭാരം കൂടും. എന്നാൽ ജൈവ രീതിയിൽ നമ്മുടെ ഓജസ്സും തേജസ്സും ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാരം കുറയും. ഇത് രണ്ടും കൂടെ അന്വയിപ്പിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഒരു വാഹനത്തിന്റെ വീല്, അത് ചതുരമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ വാഹനം മുന്നോട്ട് പോകാൻ ഭാരമായി മാറും, പോവില്ലത്. ദാറ്റ് ഈസ് ഭൗതിക ജീവിതം. ആ ജീവിതത്തിന്റെ ഓജസ് ഉണ്ടാക്കാൻ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല മാർഗങ്ങളും നമ്മൾ നേടും. അതൊക്കെ ജീവിതത്തിന് ഭാരം ഉണ്ടാക്കും, ഉറപ്പാണത്. ഇന്നിപ്പോ വളരെ ഈസി ആയിട്ട് പോകും, പക്ഷെ കുറച്ചും കൂടി ഇല്ലുമ്പോ അത് ഭാരമായി മാറും. എന്നാൽ ജൈവ രീതിയില് ഓജസ്സും തേജസ്സും എന്ന് പറഞ്ഞാൽ റൗണ്ടിലുള്ള വീലാണത്. പതിയെ പതിയെ മുന്നോട്ട് പോകും. അപ്പൊ ആ ജൈവ രീതിയിൽ നമ്മളുടെ ആരോഗ്യം, ഓജസ്, തേജസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഈ എല്ലാ ബുധനാഴ്ചയുള്ള ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള്
ആറാമത്തെ പ്രൊഡക്റ്റിലേക്ക് കടക്കുകയാണ്. എനിക്ക് പുതിയ ആൾക്കാരോടും അതോടൊപ്പം തന്നെ ഒരുപാട് അസോസിയേറ്റ്സ് ഉണ്ട്, അവരോട് എല്ലാവരുമായിട്ട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു വാക്കാണ്, ആന കുളത്തിലേക്ക് ഇറങ്ങിയാൽ കുളം കലങ്ങും. പക്ഷെ അതേ ആന കടലിലേക്ക് ഇറങ്ങിയാലോ അവിടെ ഒന്നും സംഭവിക്കില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആനകൾ ഇറങ്ങിയാലോ അവിടെ ഒന്നും സംഭവിക്കില്ല. കടലും കുളവും നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്ന് എക്സ്പോസ് ചെയ്യാനുണ്ടായ സന്ദർഭം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു കുളമായിട്ടാണെങ്കിൽ നിസ്സാര ഒരു കാര്യം മതി, നമ്മൾ മൊത്തം അങ്ങോട്ട് ആകെ വല്ലാണ്ടായി പോകും. പക്ഷേ കടലോളം നമ്മളെ വിശാലമാക്കിയാലോ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നാലും പുലിങ്ങമാട്ടെ. ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് പറയാൻ കാര്യം, IMC-യിലെ ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാ ക്ലാസ്സുകളിലും അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ട്, കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ സാംശീകരിച്ചാൽ നമ്മളാകുന്ന കുളം എന്തായി മാറും? കടലോളം വിശാലമായി മാറും. നമ്മുടെ പ്രോബ്ലംസ് എല്ലാം കുറച്ച് കാലങ്ങൾ കൊണ്ട് നമുക്ക് നിർത്താൻ സാധിക്കും. ഇന്നത്തെ ആറാമത്തെ പ്രൊഡക്റ്റ് ആണ്, അത്യാവശ്യം വേണ്ട ഒരു നോട്ട് ചെയ്യുക, പ്രോബയോട്ടിക്. ഇതാണ് ആ പ്രോഡക്റ്റ്, പ്രോബയോട്ടിക്. ഈ പ്രൊഡക്റ്റ് എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ, ചില ആളുകളുണ്ട്, അവർക്ക് സദാസമയം അവരുടെ ഉള്ളിൽ എന്താണ് തോന്നല്? എന്റെ വയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, വയറിന് ശരിയല്ല. ഇതിങ്ങനെ പറഞ്ഞ് എന്ത് സംഭവിച്ചു? ആളെ എപ്പോഴും വയറ് ശരിയല്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണത്. എന്നാ പ്രശ്നമുണ്ട്, പ്രശ്നം മാറിയാലും ഇയാളെന്ത്? ഇയാള് പറയും എന്റെ വയറിന് പ്രശ്നമാണ്, ഈ ആഹാരം എനിക്ക് വേണ്ട. അത് അങ്ങോട്ട് ഹാർമോണിയായി പോയി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വയറ് വന്ന് വീർത്തിട്ട് കല്ലപ്പായി മാറും. ഇങ്ങനെ വരുമ്പോ അതൊരു സ്റ്റൊമക്ക് ബ്ലോട്ടിംഗ് ആണത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്, പ്രോബയോട്ടിക്. ഇതിന്റെ ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈസ്ബഗോൾ, നമ്മൾ ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നു ഫ്രഷ് മോർണിംഗിനകത്ത്. അതൊരു മരത്തിന്റെ കായാണത്, അതിന്റെ ബാർക്കാണ്, തൊലിയാണത്. അതിനകത്ത് തൊലിയാണ് ചേർത്തിരിക്കണമെങ്കിൽ ഇതിനകത്ത് അതിന്റെ കായാണ്. ഈസ്ബഗോൾ ഹസ്ക്. സർജറി നടത്തിയിട്ടുള്ളവർക്ക് അറിയാം, നാളെ സർജറി ആണെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റലില് ഒരു ഗ്ലാസ്സിൽ ഈ പൊടി കൊണ്ടുവന്ന് കലക്കി തരും, കുടിക്കാൻ പറയും. ഒരു ഗ്ലാസ് ഉണ്ടാവും, കംപ്ലീറ്റ് ഇൻഡസ്റ്റൈൻ സ്റ്റൊമക്ക് എല്ലാം ക്ലീൻ ആവും. അങ്ങനത്തെ ഒരു ചേരുവയാണ് ഇസ്ബഗോൾ ഹസ്ക്. കൂടാതെ എന്തൊക്കെയാണ്? അമലയുടെ എക്സ്ട്രാക്ട്, കാട്ടുനെല്ലിക്കയുടെ എക്സ്ട്രാക്ട്, പിന്നെന്താണ്? കടുക്ക, താന്നിക്ക, കൂവളത്തിന്റെ ഇല, കൂടാതെ ആലോവേര. എത്ര മനോഹരമായ ചേരുവകളാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ജൈവ രീതിയിൽ ഓജസ്സും തേജസ്സും സൃഷ്ടിച്ചെടുക്കുന്ന ഇൻഗ്രീഡിയന്റ്. ഇതിലൂടെ എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ പറന്ന് പോകാൻ പറ്റും, ഭാരം ഉണ്ടാവില്ല, വളരെ സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ആയി മാറും. ഇത് കഴിച്ചാൽ നമ്മളിൽ എന്താ സംഭവിക്കുന്നത്? ത്രിദോഷ ബാലൻസ് ആകും. വാത പിത്ത കഫ അത് നേരായ മാർഗത്തിലേക്ക് എത്തും, കറക്റ്റ് ഈക്വലന്റ് ആയി മാറും. വാത പിത്ത കഫ ബാലൻസ് ആയാൽ ആയുർവേദത്തിന്റെ ചികിത്സയിൽ എന്താണ്? ആള് ഫുള്ള് ഹെൽത്തി, മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഇമോഷൻ എല്ലാം കാം ആൻഡ് ക്വൈറ്റ്. ഒരെണ്ണം പൊങ്ങിപ്പോയി, അയാൾ രോഗിയായി. ഒരെണ്ണം താന്നുപോയി, അയാളുടെ രോഗിയായി. അപ്പൊ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നതോടുകൂടി എന്താണ് ഇവിടെ കാണിക്കുന്നത്? നെല്ലിക്ക, കടുക്ക, താന്നിക്ക, ത്രിബല. അപ്പൊ നിങ്ങള് IMC വന്നിട്ട് ചോദിക്കുവാണ്, സാറേ ഇതിനകത്ത് ത്രിബല ഇല്ലല്ലോ, മോഡിക്കെയറിലുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചതാണ്, നമ്മുടെ ഒട്ടുമിക്ക പ്രൊഡക്റ്റിനകത്ത് എന്തുണ്ട്? നെല്ലിക്ക, കടുക്ക, താന്നിക്ക. അപ്പൊ എന്തായിരിക്കും ലക്ഷ്യം? നമ്മളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തെന്വേഷിച്ച് നടക്കണ്ട.
ത്രിബൽ അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട ആവശ്യകത ഇല്ല. വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വാത പിത്ത കഫേന ബാലൻസ് ചെയ്യില്ല, നമ്മൾ പോലും അറിയാതെ. വരുമ്പോ എന്ത് സംഭവിക്കും? സ്റ്റൊമക്കിന്റെ ബ്ലോട്ടിങ് അങ്ങ് മാറും. ആ വീർത്തിരിക്കണ അവസ്ഥ, അതിന്റെ വയറ് എപ്പോഴും പ്രശ്നമാണ്. അങ്ങനെയുള്ള അവസ്ഥ തനിയത്തെ മാറിക്കോളും. അതോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ അത് സ്മൂത്ത് ആകും. അതോടൊപ്പം തന്നെ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രംസ് പറ്റിന്ന് പോണമെന്നുണ്ട്, പക്ഷെ പോകാനുള്ള ടെംപ്റ്റേഷൻ തോന്നണില്ല. പലർക്കും ഉള്ളതാണ്, പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കൊണ്ട് കഴിഞ്ഞ. എന്താണ് സംഭവം? ആ രക്തത്തിന്റെ ഭാഗത്തുള്ള നാഡീ നരമ്പുകളൊക്കെ എല്ലാം വീക്കായി പോയി. അങ്ങോട്ടൊന്നും ആ സർക്കുലേഷൻ ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് ആ കറക്റ്റായിട്ട് അത് അങ്ങോട്ട് ബവൽ അതങ്ങോട്ട് ഓപ്പൺ ആവാത്തത്. അപ്പൊ ഇതൊക്കെ കഴിച്ച് ആ പിന്നെ വാത പിത്ത കഫ ബാലൻസ് ആയാൽ അത് ഓക്കെ ആണ് അവിടെ. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ദഹനവും പ്രോപ്പർ ആക്കും. എന്താണ്? വാത പിത്ത കഫ ബാലൻസ്, പ്രോപ്പർ ഡൈജഷൻ വന്നു. കണ്ട, ഇതാണ് ഇതിന്റെ സയൻസ്. നമ്മുടെ കഥ അറിഞ്ഞു വേണം ആട്ടം കാണാൻ. എല്ലാരും കൂടെ കഥകളിക്ക് പോയി. ഒരാൾ ഇരുന്ന് കാണുന്നുണ്ട്, മറ്റുള്ളവർ ഉറക്കം. എന്താ കാര്യം? അവർക്ക് ആർക്കും കഥ അറിയില്ല. അപ്പൊ പ്രോബയോട്ടിക് കഴിക്കുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം മാറി. ഓക്കെ, ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകിട്ട്. രാവിലത്തേത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, രാത്രിയിൽ കിടക്കാൻ നേരത്ത് കഴിക്കുക. വെറും 6 രൂപ ഒരെണ്ണത്തിന് വില. പ്രിയപ്പെട്ടവരെ, എന്തിനുണ്ട് ഈ 6 രൂപ? നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ധാരാളം ഭക്ഷണവും കഴിച്ചോളണം. ഇത് മരുന്നും ഗുളികയൊന്നും അല്ല ഇത്. പലരും ധാരണ ഈ ഗുളിക കഴിച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് രോഗം മാറണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഹാരം കഴിക്കണം. ആ ആഹാരത്തിന് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടത്തി ആണ് ഇതെല്ലാം സംഭവിപ്പിക്കുന്നത്. അപ്പൊ വെള്ളം ധാരാളം കുടിക്കണം, ഭക്ഷണം ധാരാളം കഴിക്കണം. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റും ലേഡീസിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ എത്ര പ്രോഡക്റ്റാണ് ലേഡീസിന് ഡെഡിക്കേറ്റ്? സ്പൈർലീന, ഫ്രഷ് മോർണിംഗ് ആൻഡ് പ്രൊബയോട്ടിക്. സംശയങ്ങൾ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ സെഷനിൽ എടുക്കാം. 7ാമത്തെ പ്രോഡക്റ്റ് ആണ് അലോപ്രോസ്റ്റ. ഇതാണ് അലോപ്രോസ്റ്റ. മനോഹരമായ ഒരു പ്രോഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന് ഒരു സവിശേഷത ഉണ്ട്. ഞാൻ ഇന്നത്തെ രാവിലത്തെ ഓഡിയോ ക്ലിപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ, കുറച്ച് ദിവസമായിട്ട് ഈ ലേഡീസിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ പറയുന്നത്, പുരുഷന്മാർക്ക് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആർക്കുള്ളതാണ്? പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് അലോപ്രോസ്റ്റ. ഇത് സ്ത്രീകൾ കഴിക്കേണ്ട ആവശ്യമില്ല, പ്രയോജനമില്ല. അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് പ്രോബ്ലം വരുന്നത് ഒരു 40, 50, 60 വയസ്സൊക്കെ ആവുമ്പോഴാണ് നോർമലി പ്രോബ്ലം വരുന്നത്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ല, 25 വയസ്സുള്ള പിള്ളേർക്ക് വരെ, എന്തിനു പറഞ്ഞ 18കാർക്ക് വരെ ഉണ്ട്. എപ്പോഴും യൂറിന് പോണം, എപ്പോഴും. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വളരെ പ്രധാനമായിട്ട് പുരുഷന്മാർക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അത് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ പറയാം. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് ഗോക്ഷുരു അല്ലെങ്കിൽ നെരിഞ്ഞിൽ. രണ്ടാമത്തത് ചന്ദ്രപ്രഭവാടി ആയുർവേദ ഹെർബാണിത്. മൂന്നാമത്തെ ഇരുമ്പിന്റെ ഓക്സൈഡ് ഭസ്മം, അതിന് പറയുന്നത് മൻഡൂർ ഭസ്മ എന്നാണ്. നാലാമത്തത് ലോഹഭസ്മ, ഇരുമ്പ്, അതിന്റെ മറ്റേത് ഓക്സൈഡ് രൂപം, ഇത് ഇരുമ്പിന്റെ രൂപം, ഭസ്മം. അടുത്തെന്താണ്? ശുദ്ധമായ ശിലാജിത്ത്, ഗുൽഗുലു, പുനർനവ, തഴുതാമ, വരുൺ, ചിറ്റാമൃത്, ശ്വേതപർവ. ഇത്രയും ആയുർവേദ ഹെർബുകളാണ് ഈ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റ്. ഇനി ഞാൻ ഇതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സിംറ്റംസ് ആദ്യം പറയാം. എന്തൊക്കെയാണ്? യൂറിൻ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ട്,
യൂറിൻ ഒഴിക്കാൻ ചെന്നാൽ യൂറിൻ വരില്ല, പക്ഷെ ഉണ്ടെന്നൊരു തോന്നല്, ടെൻഡൻസി ഉണ്ട്. ദീർഘയാത്ര പറയുമ്പോ പോകാൻ ബുദ്ധിമുട്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം. ഇനി അഥവാ യൂറിൻ ചെയ്താലോ ഫ്ലോ പണ്ടത്തെ പോലെ ഇല്ല, ഇങ്ങനെ ചെറുതായി ചെറുതായി വരുള്ളൂ. പിന്നെ യൂറിൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളറ്, സ്മെല്ല്, കുറച്ചേ പോവുള്ളൂ, അത് അവിടെ കിടക്കും. എന്നിട്ട് അത് അവിടെ കിടന്ന് ഇൻഫെക്ഷൻ ആകുന്നുണ്ട്. യൂറിൻ ഒഴിച്ച് തീരാൻ താമസം. ഇത് കൂടാതെ ഈ അസുഖമുള്ളവരുടെ ആ പുരുഷന്റെ ലിംഗം, അതിന്റെ വലിപ്പം കാലക്രമേണ ചെറുതായി പോകും, കാരണം അത് ഇൻഫെക്റ്റഡ് ആണത്. മൂത്രം പോരുമ്പോ വേദന, ചുടിച്ചില്, അതിന് കമ്പി കയറിയത് പോലെയൊക്കെ തോന്നിക്കും ചില സമയത്ത്. ടോട്ടലി പറഞ്ഞാൽ ഇൻഫെക്ഷൻ. ഇതിന് 2-3 സ്റ്റേജ് ഉണ്ട്. ഇത് ആരും ശ്രദ്ധിച്ചില്ല, എന്ത് സംഭവിക്കുന്നത്? ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് പോകും ഈ രോഗം. അത് പോകാതിരിക്കാൻ പ്രകൃതിയുടെ ഒരു വരദാനമാണ് അലോപ്രോസ്റ്റ, കാരണം ഈ ആയുർവേദ ഹെർബുകളുമായി ബന്ധപ്പെട്ട്. ഇനി ഇതിന്റെ മറ്റൊരു ലക്ഷണം, കാലിൽ രണ്ടിനും വേദന ഉണ്ടാവും, അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് കിടക്കാം. ഒരു വാൽനട്ടിന്റെ അത്ര ഉണ്ടാവുള്ളൂ ഈ സംഭവം, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതിന്റെ നടുക്കൂടിയാണ് എങ്ങോട്ട് പോണത്? യൂറിൻ പോണത്. ഒരു ട്യൂബ് ഉണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ത് സംഭവിക്കും? ഇതങ്ങോട്ട് വലുതാവും. ഇതിങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന് പറയും ഇതങ്ങോട്ട് വലുതാവുമ്പോ ഈ ഉള്ളിലത്തെ ഹോള് എന്ത് സംഭവിക്കും? ചെറുതായി പോകും. ഇത്രേ ഉള്ളൂ സംഭവം. പുരുഷന്മാര് ജനിച്ച കാലം മുതൽ മരിക്കുന്നവരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണിത്. ഇതെപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണത്. ഇതൊരിക്കലും വളർച്ച നിൽക്കൂല. എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇത്, അല്ലെങ്കിൽ മുറിച്ചു കളയണം. മുറിച്ചു കളഞ്ഞാൽ ജീവിതം പോയി, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവൻ പോവില്ല. ആൾക്ക് ആ ഓർഗാൻ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കുറഞ്ഞു പോകും. ഏറ്റവും നല്ലത് എന്താണ്? അതിനെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല നല്ലത്. അതിന് പറ്റിയതാണ് ഈ പ്രൊഡക്റ്റ്. ഇനി അതിന്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളും, അതിന്റെ ആ ഓർഗന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അലോപ്രോസ്റ്റ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ദിവസവും കഴിക്കുന്ന സാധനമാണ്. എനിക്ക് രോഗം വന്നിട്ടില്ല, പക്ഷെ രോഗം വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ കഴിക്കുള്ളത്. വേറെ കമ്പനികളുടെ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രയോജനം ഇല്ലായിരുന്നു അതിന്. ഈ സാധനം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഗുണം മനസ്സിലായത്. ആ പ്രശ്നം മനസ്സിന്നേ പോയി. അടുത്തത് കാണിച്ചു തരാം. സെക്കൻഡ് മേടിച്ച് വെച്ചിരിക്കുകയാണ് സ്പെയർ ആയിട്ട്. കാരണം ഇത് പുരുഷന്മാരെ എല്ലാവരും വേട്ടയാടുന്നത്. ഒരാൾ പോലും ഇതിനകത്തുനിന്ന് മാറേണ്ടി വരില്ല, എല്ലാവർക്കും ഉണ്ടാവും ഇത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രായമൊക്കെ ആകെ ഒരു 50 ഒക്കെ ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? രോഗം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകിട്ടും കഴിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും കഴിച്ചേക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ആ വീങ്ങിയ ഗ്ലാൻഡ് ചുരുങ്ങും. പിന്നെന്തൊക്കെയാണ്? യൂറിൻ പുറത്തോട്ട് സദാ പോകും, ഇൻഫെക്ഷൻ മാറും, പ്രോബ്ലം എല്ലാം തീരും. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതും കൂടെ പറയാം. ടോട്ടലി ഈ നെരിഞ്ഞില് അതേപോലെയുള്ള ചന്ദ്രപ്രഭ വാടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ബോഡിയിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കണം. എന്ന് വെച്ചാൽ നീർവീക്കത്തിനെ കുറയ്ക്കും, നീർക്കെട്ടിനെ കുറയ്ക്കും. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഇങ്ങനെ വീർത്തിരിക്കണ ആ ഗ്ലാൻഡ് എന്ത് സംഭവിക്കും? അത് ചുരുങ്ങും. ചുരുങ്ങുമ്പോ ആ ഹോള് കറക്റ്റ് ആവും. നമ്മൾ ഇത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുക വരുന്നത്. എത്രയാണ്? 100-200 രൂപ ഒന്നും കൊടുക്കണ്ട, വേറൊരു 10 രൂപ ഒരെണ്ണത്തിന്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്, പുരുഷന്മാര് പ്രത്യേകിച്ച്. അപ്പൊ ഇന്ന് ഈ പ്രൊഡക്റ്റ് പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. നിങ്ങള് സ്ത്രീകളായാലും എല്ലാവരും, നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം മേടിച്ചു കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ, ഇതിന്റെ സയൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. 100% ഗ്യാരണ്ടിയാണിത്. ആ പ്രൊഡക്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനകത്തും. പ്രൊവൈഡ് സപ്പോർട്ടീവ് കെയർ ഫോർ മെയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ്.
ഒരെണ്ണത്തിന് പോലും ഇല്ലാതില്ല, എല്ലാത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ പ്രോഡക്റ്റിനും. മറ്റുള്ള കമ്പനികളുടെ ഒക്കെ എഴുത്തൊക്കെ വളരെ കുറവാണത്. അപ്പൊ 7 കഴിഞ്ഞ് 8ാമതാണ് ഗ്ലൂക്കോസാമിൻ. ഇതാണ് ഗ്ലൂക്കോസാമിൻ. ഗ്ലൂക്കോസാമിനെ കുറിച്ച് നമുക്കറിയാം, മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം. കാരണം എന്താണ്? നടുവേദന, മുട്ടുവേദന, കഴുത്ത് വേദന, കൈവേദന, എല്ലായിടത്തും വേദന വേദന വേദന. ജോയിന്റ് ഡിസോർഡർ ആൻഡ് ഇൻഫ്ലമേഷൻ, അതുവഴി ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധിവേദന, ഇതെല്ലാത്തിനെയും മാറ്റിയെടുക്കാം. ഇതാണ് ഈ പ്രോഡക്റ്റ് കഴിച്ചാലുള്ള ഗുണം. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസാമിൻ, ഷെല്ലക്കി, ഗുൽഗുൽ ആൻഡ് സ്റ്റാർച്ച്. ഇതിലൂടെ നമുക്ക് എന്താണ് ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ റീബിൽഡ് കാറ്റിലേജ് ആൻഡ് സൈനോവിൽ ഫ്ലൂയിഡ്. ഈ ഒരു വിരലെടുക്കുക, ഈ വിരലിന് ഒരു ജോയിന്റ് ഉണ്ട്, അവിടെ എന്തൊക്കെയാണ്? ഒരു തരിനാസ്തി ഉണ്ട്, സൈനോവിൽ ഫ്ലൂയിഡും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ആക്ഷൻ അവിടെ എടുക്കാൻ സാധിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ആ കാറ്റിലേജ് റഫായി പോകും, സൈനോവിൽ ഫ്ലൂയിഡ് വറ്റിയും പോകും. ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത്. ഇതുപോലെ തന്നെയാണ് നടുവിന് സംഭവിക്കുന്നത്, കൈക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മൾ കുറെ സമയം ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആ നട്ടെല്ല് ഭാഗം, നടുഭാഗം, നടുത്തണ്ടൽ എന്നൊക്കെ പറഞ്ഞത്, അവിടെയൊക്കെ ആ ജോയിന്റിലൊക്കെ വന്ന് ഇങ്ങനെ പ്രസ്സായി അവിടുത്തെ തരിനാസ്തിയും പോയി സൈനൽ ഫുഡും ഒക്കെ അവിടുന്ന് സ്ലിപ്പ് ചെയ്ത് മാറും. അങ്ങനെ ഈ രോഗം ഉണ്ടാവാനുള്ള ലക്ഷണം എന്ന് വെച്ചാൽ പാരമ്പര്യത്തിൽ ഉണ്ടാവാം, പ്രായാധിക്യത്തിൽ ഉണ്ടാവാം, സ്ഥിരം സ്റ്റെപ്പ് കയറ്റുണ്ട്, അതുപോലെ അമിതവണ്ണം, ബോഡിക്ക് താങ്ങാൻ പറ്റുന്നില്ല, കൂടുതൽ സമയം ഇരുന്ന് ജോലി, തയ്യല്, അതുപോലെയൊക്കെ, ഡ്രൈവറ്, കുറെ നേരം കുനിഞ്ഞിട്ടുള്ള ജോലി. വേറൊരു വിഭാഗം ഉണ്ടോ, ബൈക്ക് വർക്ക്ഷോപ്പുകാർ. അവർക്ക് ഏതു നേരം ചവിട്ടി സ്റ്റാർട്ടിങ് ആണ്, അവരുടെ കാലും നടുവൊക്കെ പോക്കാണത്. പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ സംഭവിക്കും. തണുപ്പ്, ചൂട്, ചൂട്, തണുപ്പ്, ഇങ്ങനെ മാറി മാറി ചില ജോലി എടുക്കുന്നവരുണ്ടാവും. അവർക്ക് എ സിയിൽ എപ്പോഴും പോകാൻ പറ്റില്ല. അന്ന് ഇറങ്ങി പിന്നെയും കയറി, പിന്നെയും കയറി. ആ ടെമ്പറേച്ചർ ടോളറൻസ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സംഭവിക്കും. പിന്നെ ഫുഡ് ഹാബിറ്റ്, ന്യൂട്രിയന്റ് ഇല്ലാത്ത ആഹാരം കഴിച്ചാൽ സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അവിടെ. അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഗ്ലൂക്കോസാമിൻ. ഈ ആർത്രൈറ്റിസ് രോഗത്തിന് പ്രതിവിധി ആയുർവേദത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റു മേഖലകളിലുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതൊക്കെ ചെയ്താലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തൽക്കാലം മാറും, അത് അവിടെ ഇങ്ങനെ ഷോക്കേസിൽ ഇരിക്കാം. അവരെ കൊണ്ട് പിന്നെ ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഈ ജൈവ രീതിയിലുള്ള ആ ഓജസ് ബിൽഡ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ആയുർവേദിക്കിലൂടെ കടക്കുക. എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് എവിടെ വരും? ആയുർവേദത്തിലേക്ക് വരും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവരുടെ ശരീരം ഒരു രാസവള ഫാക്ടറി ആയിട്ടുണ്ടാവും. ഇനി ആ ഫാക്ടറിനെയൊക്കെ കളയണം പുറത്തേക്ക്, എന്നിട്ട് വേണം എന്താക്കാൻ? ഈ വാത പിത്ത കവിനെ ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതങ്ങോട്ട് കഴിച്ചാൽ പെട്ടെന്ന് മാറില്ല, ഒരു 2-3 മാസമൊക്കെ കഴിക്കണം. അത് 3 രീതിയിലാണ് ഇതിന്റെ കഴിക്കേണ്ട രീതി. ഒന്നാമത്തെ രീതി എന്താണിത്? മൈൽഡ് എന്ന് പറയും. 2 പിന്നെ മോഡറേറ്റ്, 3 ക്രോണിക്. മൈൽഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആരംഭിച്ചിട്ടുള്ളതാണ് 1-2 മാസമൊക്കെ കഴിച്ചാൽ മാറും. മോഡറേറ്റ് ആണെങ്കിൽ അതൊരു 6 മാസം, 1 കൊല്ലമൊക്കെ കഴിക്കണം. ക്രോണിക് ആണെങ്കിൽ അത് 2-3 വർഷമൊക്കെ. കാരണം അത് 10, 12, 15 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ രീതികൾ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റീബൂസ്റ്റ് കാറ്റിലേജ് ആൻഡ് സൈനോവിൽ ഫ്ലൂയിഡ് അത് അവിടെ ഉണ്ടായി വരും. അത് എങ്ങനെയാണ് ഈ കൊണ്ടെത്തി എടുക്കുന്നത്? ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞു. ആ ഇൻഗ്രീഡിയന്റ് എന്നുള്ള ഈ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ കിടക്കുന്ന ആഹാരം, ഞാൻ ആരംഭത്തിലേ പറഞ്ഞു നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ആഹാരവും വെള്ളവും ധാരാളം കഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ആ ചെന്ന ആഹാരത്തിലേക്ക് നമ്മൾ ഈ ടാബ്ലറ്റ് കഴിച്ചാൽ ആ ടാബ്ലറ്റിന്റെ ഇൻഗ്രീഡിയന്റ് കൊണ്ട് ആ ആഹാരത്തിനെ എന്ത് ചെയ്യും? സമയബന്ധിതമായിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് എന്ത് സംഭവിക്കും?
ന്യൂട്രിയന്റുകൾ പെട്ടെന്ന് അബ്സോർഷൻ നടത്തി എല്ലാ ജോയിന്റുകളിലേക്ക് എത്തിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് അവിടെ ടൈം ബൗണ്ടഡ് ഡൈജഷൻ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ന്യൂട്രിയന്റ് അബ്സോർഷനും ഇല്ല, അതിന്റെ ജനറേഷനും ഇല്ല. അവിടെ അതിന് പകരം എന്താ ഉണ്ടാവുന്നത്? ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ആ സാധനം കിട്ടാതെ വരുമ്പോ ഈ ജോയിന്റ്സിലേക്ക് ഒന്നും ഇത് ചെല്ലില്ല. അപ്പൊ ഗ്ലൂക്കോസാമിൻ കഴിച്ചു കഴിയുമ്പോ അതിന്റെ ഗുണങ്ങള് വളരെ വ്യക്തമായിട്ട് നമുക്ക് ലഭ്യമാകും. നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകും. ധൈര്യമായിട്ട് കൊടുക്കാം നമുക്ക്. ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. മാറോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് പ്രൊപ്പറേറ്ററി മെഡിസിൻ ആണ്, ഇൻസ്റ്റന്റ് റിലീഫാണ് സാധനം. അപ്പൊ ഗ്ലൂക്കോസാമിൻ കഴിയും. ഇനി ഈ ഗ്ലൂക്കോസാമിനോടൊപ്പം കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. അത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കാൾഡി. സാധാരണ എല്ലാ കമ്പനികളുടെയും കാൾഡി, അതായത് നമ്മള് കാൽസ്യം ടാബ്ലറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കാൽസ്യത്തിനോടൊപ്പം വൈറ്റമിൻ D3 ഉണ്ടാവില്ല. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു പ്രത്യേകത എന്താണ്? ഇതിനോടൊപ്പം തന്നെ വൈറ്റമിൻ D3 ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ D3യും നമ്മുടെ ഗ്ലൂക്കോസാമിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മറ്റു പ്രൊഡക്റ്റുകളും ഉണ്ട്. അതും കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജോയിന്റ് സംബന്ധമായിട്ടുള്ള, അതായത് എന്തൊക്കെയാണ്? ഗോമൂത്ര, ഹിമാലയൻ ബെറി, ജീവൻ ശക്തി രാസ്, അർജുനാരിഷ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ രോഗങ്ങൾ മാറുന്നത്. ഇത് മാറിയുള്ള ഗുണം എന്താണ്? എന്നേക്കുമായിട്ട് ഗുഡ് ബൈ. ആ പ്രശ്നം സോൾവ് ആയി. പിന്നെ അത് തിരിച്ചും കൊണ്ട് വരില്ല. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. 9ാമത്തെ പ്രോഡക്റ്റാണ് ബ്രഹ്മിവാടി. ഇന്നത്തെ പ്രസന്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ബ്രഹ്മിവാടി. ഈ പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് പ്രായഭേദം ഒന്നും ഇല്ല. നമുക്ക് ബ്രഹ്മിയെ കുറിച്ച് അറിയാം. എന്തറിയാം? ഇത് പിള്ളേരുടെ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് എന്തോ ഉള്ളതാണത്. നമ്മള് പാരന്റ്സ് എത്തി പിള്ളേർക്ക് ബ്രഹ്മി അടങ്ങിയ ടോണിക്ക അതുപോലെ സാധനങ്ങളൊക്കെ മേടിച്ചു. പ്രിയപ്പെട്ടവര്, ഒരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ ആഹാരത്തിൽ നിന്ന് ഒരു ആഹാരത്തിൽ നിന്നും കിട്ടാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബ്രഹ്മി. നിങ്ങൾ ഉണ്ടെങ്കിൽ പറയും. ഒരാഹാരത്തിൽ നിന്നും കിട്ടൂല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അയോഡിൻ. അയോഡിൻ പണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് അശാസ്ത്രീയ കൃഷി രീതിയിലൂടെ അയോഡിനൊക്കെ ഗുഡ് ബൈ ആയി. ഇപ്പൊ ഒരു പ്ലാന്റിൽ മാത്രമുള്ള ഈ സാധനം, അകത്തി ചീര എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ അകത്തി ചീരയിൽ മാത്രമേ അയോഡിനുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആളുകള് അറിയാവുന്നവർ എന്ത് ചെയ്യണം? ചെടി വളർത്തുന്ന പോലെ ചെടിച്ചട്ടിയിൽ വെച്ച് ഈ സാധനം വളർത്തിയിട്ട് അതിന്റെ ഇല എടുത്തിട്ട് ചട്നി ഉണ്ടാക്കി അവർ കഴിക്കും. പ്യുവർ അയോഡിൻ ഉള്ളിലോട്ട് ചെല്ലും. എന്ത് സംഭവിക്കും? തൈറോയിഡിന് പിന്നെ മരുന്ന് കഴിക്കണ്ട. അതുപോലെ ഒരു എന്താണ്, ഒരു അറിവാണിത്, ഒരു അനുഭവത്തിലെ അറിവാണിത്, തിരിച്ചറിവാണിത്. ബ്രഹ്മിവാടി നമുക്ക് എല്ലാവർക്കും വേണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് ബ്രഹ്മിവാടി. താൻ ഓർഡർ ചെയ്തിട്ടുള്ള നാളെയല്ല മറ്റന്നാൾ കിട്ടും. ഇത് നമ്മൾ കഴിക്കാനതിന്റെ ആവശ്യം എന്താണ്? ഇന്റലക്ച്വൽ ഇന്റൻസിറ്റി, ബുദ്ധിയുടെ അതിതീവ്രത, ഓർമ്മശക്തി. എനിക്ക് വേദത്തിൽ ഒരു വാക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ആ വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മൈ അർപ്പിത മനോബുദ്ധി മാ മേ വൈശ്യസ്യ സംശയം എന്നാണ്. എന്താണ്? മൈ അർപ്പിത മനോബുദ്ധി മാ വൈശ്യസ്യ സംശയ. നിങ്ങള് സംശയമില്ലാതെ നിങ്ങളുടെ ബുദ്ധിനെയും മനസ്സിനെയും എന്നിൽ സമർപ്പിക്കൂ, നിങ്ങളുടെ പ്രശ്നമെല്ലാം പോകും. ഞാൻ ഈ സാന്ദർഭികമായിട്ട് ഇത് പറയാൻ കാര്യം എന്താണ്? IMC-യിൽ വന്ന് ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങൾക്കുള്ള ബുദ്ധിയും മനസ്സും സമർപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആര് പുറത്തേക്ക് വരും? ആരാണാവോ വരേണ്ടത് അയാൾ പുറത്തേക്ക് വരും. ആരാ വരാൻ പോണത്? സമൃദ്ധി വരും, നേട്ടം വരും.
എല്ലാവരും പുറത്തേക്ക്. അതിൽ ഏറ്റവും ടച്ച് ആൻഡ് ഇമോഷണൽ ഫീലിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബ്രഹ്മിവാടി. ഞാൻ പറഞ്ഞ രാവിലത്തെ ഓഡിയോ ക്ലിപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, ഒരുപാട് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കും, ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. ഭൂരിഭാഗം പേർക്കും അത് അവരുടെ ഉള്ളിൽ ഇരിക്കുന്നില്ല, അത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അവിടെ സംശയം? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലെ ആ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കുറവാണ്. മേലോട്ടുള്ള ആ ബ്ലഡിന്റെ ഫ്ലോ കുറവ്. അതിന് വിരുദ്ധമായ ആഹാരങ്ങളാണ് ചെല്ലുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് സംഭവം. എന്തെടുത്ത് വെച്ചാലും മറന്നു പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ടൗൽ എടുത്തിട്ടില്ല, മൊബൈൽ എടുത്തിട്ടില്ല. സ്ത്രീകൾ മാത്രമല്ല, കൂടുതൽ അവർക്കാണ്. പുരുഷന്മാർക്ക് ഉണ്ട്, ധാരാളം ഉണ്ട്, പിള്ളേർക്കും ധാരാളം ഉണ്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് ബ്രെയിൻ ന്യൂറോൺസ് ഉണ്ട്. അങ്ങോട്ടൊക്കെ ആര് ചെല്ലണം? നമ്മളെ ബ്ലഡും ചെല്ലണം, ഓക്സിജനും ചെല്ലണം. അവിടെയൊക്കെ ആ പോണ റൂട്ടിലൊക്കെ മിക്കവാറും ബ്ലോക്കുകളാണ്. ഇപ്പോഴത്തെ റോഡ് പോലെയാണ് അവിടെയൊക്കെ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ബ്രഹ്മിവാടിയൊക്കെ കഴിച്ചാലുള്ള ഗുണം എന്താണ്? ആ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കൂടും. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് ഇൻഗ്രീഡിയന്റ് പറയാം. ബ്രഹ്മി പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. രണ്ടാമത്തെ ശംഖുപുഷ്പം, മൂന്നാമത്തെ കാലിമൃക്ഷി, കുരുമുളകിലെ പെപ്പറേൻ. അടുത്തത് കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മള്. സ്വർണഭസ്മം, സ്വർണത്തിന്റെ ഭസ്മം, രസായന ചികിത്സ ചെയ്യുന്നത്. വളരെ മൈന്യൂട്ടായിട്ടേക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്താൻ ഉള്ള ചികിത്സയുടെ ഭാഗമാണ് സ്വർണഭസ്മം. അത് അങ്ങോട്ട് എത്തുവാണ്. ഈ സംഭവമൊക്കെ നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്തുണ്ട്. ഇതാണ് ഞാൻ ആരംഭത്തിൽ ഒരു വാക്ക് പറഞ്ഞത്, ഒരു വേദവാക്യം, മയ്യർപ്പിത മനോബുദ്ധി എന്ന്. മേ വൈശസ്യ സംശയ. സംശയം കൂടാതെ നമ്മുടെ മനസ്സും ബുദ്ധിനെ സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ജീവനയോഗ്യമായി മാറും. അപ്പൊ IMC പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേണ്ട ഒരു വാക്കുണ്ട്. മനുഷ്യ ജീവജാലങ്ങൾക്ക് ജീവനമേകുന്ന ജീവ അമൃതമാണ്. അത് എങ്ങനത്തെ ജീവിതം? ജൈവ ജീവിത സംസ്കാരം. നമ്മൾ എവിടെ പുറകിലല്ല, മുമ്പിൽ തന്നെയാണ് നമ്മൾ. അപ്പൊ ഈ ഓർമ്മക്കുറവ് വരുന്നു, എല്ലാ മേഖലകളിലും ഓർമ്മക്കുറവ്. വാച്ചെടുക്കാൻ മറന്നുപോയി, മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ചിലരുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് അവിടെ നോട്ട് എഴുതിയത് അവിടെ ഇട്ടും പോകും, അതെടുക്കാൻ മറന്നുപോകും. പിന്നെ മാസമാണ് അതെടുത്തിട്ട് അവിടെയൊക്കെ വെക്കണത്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാര്യം ഓർക്കണത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം പുഷ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? എൻഹാൻസിങ് മെമ്മറി, ഷാർപ്പണിങ് മൈൻഡ്, ബ്രെയിൻ വീക്ക്നെസ് മാറി ഹെൽത്തി ആകുന്നു. ഹിസ്റ്റീരിയ, ഐസോമിനിയ, ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കും. ഓർമ്മ വിട്ടുപോയാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോ ഞാൻ നിരന്തരം കാണാറുള്ളതാണ്, മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ ഓർമ്മക്കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കാലഘട്ടത്തിലൂടെ സംഭവിച്ച ഒരു പ്രോബ്ലമാണിത്. നമ്മളിത് അറിയാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഭാഗ്യവാന്മാരും 164 പേരും ഇതറിയാതെ പോകരുത്. നിങ്ങളുടെ പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കി മാറ്റുക. ഇത് ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ട് തന്ന ദിവസമാണ് ഇന്ന്. ഇത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കഴിക്കണം. ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കണം. കുറച്ചു കാലം കഴിയുമ്പോണ്ടല്ല, നിങ്ങള് ഈ കേരളത്തിലല്ല ഇന്ത്യയിലെ പുലികളായി മാറും. നിങ്ങളുടെ കൂടെ ആള് കൂടും, ചുറ്റിനും കൂടും. ഒരു ബുക്കും എടുത്ത് നോക്കണ്ട, ഓരോന്ന് ഇങ്ങനെ
പൂക്കൾ വിരിയുന്ന ദളങ്ങളായി വന്നതുപോലെ ഓരോന്ന് വന്നോണ്ടിരിക്കും. ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചു തരൂല. ഒരു സ്കൂളിലും കോളേജിലും പഠിപ്പിക്കില്ല. ഇത് പഠിക്കുന്നത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, IMC. എത്ര മനോഹരം, എന്ത് ഭാഗ്യം നോക്ക്. അപ്പൊ നമ്മുടെ മെമ്മറി എൻഹാൻസർ ആണ് ബ്രഹ്മിവാടി. കുട്ടികൾക്ക് അര കൊടുക്കാം, പ്രായമായവർക്ക് ഓരോന്ന് കഴിക്കാം, ഒരുപാട് പ്രോബ്ലം ഉണ്ട്, രാവിലെ വൈകിട്ടും കഴിക്കാം. വേറെ 9 രൂപയുള്ള ഒരെണ്ണത്തിന് എല്ലാം നമ്മുടെ 60 പ്രൊഡക്റ്റ് ഉണ്ടാവും എല്ലാ ബോട്ടിലും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ സയൻസ് ഒന്നുകൂടെ പറയാം. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതിന്റെ ഫ്ലോ കൂടും, പ്രഷർ കൂടും. അതുവഴിയാണ് ആ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കൃത്യമാകുന്നത്. ഒരു ഫുഡിൽ നിന്ന് ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് കിട്ടൂല. അതിനെ ബ്രഹ്മി തന്നെ കഴിക്കണം. നമ്മുടെ മിറ്റത്തൊക്കെ ഉള്ളത് അതിനോട് അതിന്റെ പുറത്തൂടെ ചവിട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ ആക്റ്റീവ് ബ്രെയിൻ ഹെൽത്ത് ഇൻഗ്രീഡിയന്റ് ആണത്. ഞാൻ ഒന്നുകൂടെ പറയാം, ബയോ ആക്റ്റീവ് ബ്രെയിൻ ഹെൽത്ത് ഇൻഗ്രീഡിയന്റ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് പോയിന്റ് ആണിത്. നമ്മുടെ ബ്രെയിനിൽ സെറട്ടോൺ ഹോർമോണിന്റെ പ്രവർത്തനം കൂടും, അതോടൊപ്പം തന്നെ ഡോപ്പമിനും കൂടും. സെറട്ടോൺ കൂടിയാൽ എന്താ ഗുണമുള്ളത്? അത് ഇംപ്രൂവ് ചെയ്താൽ നമ്മളിൽ നിന്ന് സേവ സംഭവിക്കും, ആക്ഷൻ സംഭവിക്കും. എങ്ങനത്തെ ആക്ഷൻ? അൺകണ്ടീഷണൽ ആക്ഷൻ. ആരെങ്കിലും ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? എനിക്കെന്ത് കിട്ടും. ഇവിടുത്തെ ആക്ഷന്റെ പ്രത്യേകത എന്താണ്? എനിക്കെന്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സെറോട്ടോൺ ഇംപ്രൂവ്മെന്റ്. രണ്ടാമത്തെ എന്താണ്? ഡോപ്പമിൻ. ഡോപ്പമിന്റെ പ്രത്യേകത എന്താണ്? നോളജ് അബ്സോർപ്ഷൻ, നോളജിന്റെ ആക്സെപ്റ്റൻസ്. എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ക്ലാസ് എടുക്കണതിന്റെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണു അറിയൂല. എവിടെ എന്തൊക്കെ സ്വരം കേട്ടാലും പുള്ളിയുടെ മുഖത്ത് തന്നെയായിരിക്കും നോളജ് ആക്സെപ്റ്റൻസ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡോപ്പമീന്റെ പ്രവർത്തനം കൂടുമ്പോൾ. ഇത് രണ്ടും കുറയുമ്പോൾ ഉണ്ടാവും ഒരു മഹാരോഗമാണ് അൾഷിമേഴ്സ്. അതോടൊപ്പം തന്നെ എന്താണ്? പാർക്കിൻസൺ. കാരണം ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് അധികം സമയം എടുത്താണ് ഈ പ്രൊഡക്റ്റ് 9ാമത്തേത് പറഞ്ഞത്. ഇന്നത്തെ സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബ്രഹ്മിവാടി. 10ാമത്തെ പ്രൊഡക്റ്റ് ആണ് അല്ലോ മുക്ത. ആ വാക്കിൽ തന്നെ ഉണ്ട് മുക്തി കിട്ടാൻ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടാൻ. അലോവേരയുടെ സാന്നിധ്യം കൊണ്ട്, അതിന്റെ സാമീപ്യം കൊണ്ട് അതിലൂടെ നമുക്കൊരു സായുജ്യം ലഭിക്കാൻ. എന്താണ് അവിടെ സംഭവം? കൊളസ്ട്രോൾ ലെവൽ. ഈ പ്രൊഡക്റ്റ് നേരത്തെ പറയേണ്ടതായിരുന്നു. BP-യുടെ പ്രൊഡക്റ്റ് എടുത്തു നമ്മൾ, ട്രൂ ഹെൽത്ത്, അവിടെ ബ്രേസ്ലെറ്റ്, അർജുനാരിഷ്ട, അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അലോമുക്ത. എന്തൊക്കെയാണ്? കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യും, BP ബാലൻസ് ചെയ്യും. ഇതാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തിനു കഴിക്കണം? നമ്മൾ 2 കാരണമാണുള്ളത്. ഒന്ന്, ഫുഡ് ഹാബിറ്റിൽ വരുന്നിട്ടുള്ള മാറ്റങ്ങൾ, ജങ്ക് ഫുഡുകൾ, ന്യൂട്രിയന്റ് വാല്യൂ ഇല്ലാതെ വയറ് നിറഞ്ഞ് ധാരാളം ആഹാരം കഴിക്കുന്നുണ്ട് നമ്മൾ. അതിലൂടെ സംഭവിക്കുന്ന എന്ത്? കൊളസ്ട്രോൾ, BP, അങ്ങനത്തെ പ്രോബ്ലം. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർക്ക് എന്താണ്? ഹെവി വർക്ക് ലോഡ്, ടാർഗറ്റ് ഇത്ര കോടി, ഇത്ര ലക്ഷം. അവരാകെ ഡിപ്രസ്ഡ് ആണ്. അവര് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും? അച്ചീവ് ചെയ്തില്ലെങ്കിൽ ജോലിയില്ല. എനിക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ടിൽ അവിടെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആള് പറഞ്ഞു, ശമ്പളമൊക്കെ റെഡി, ഇത്ര ലക്ഷം രൂപ മാസം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, ആൾക്കാരെ പിടിച്ചു കൊടുക്കണമെന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓമാൻ.
മിക്കവാറും ബാങ്കുകളിലൊക്കെ അങ്ങനെയാണ്. ടാർഗറ്റ് ഇല്ലെങ്കിൽ, അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടില്ല, ജോലി കിട്ടില്ല. അങ്ങനെ ഹെവി വർക്ക് ലോഡിലുള്ള അതൊന്ന്. രണ്ടാമത് ഹെവി വർക്ക് ലോഡ് വരുമ്പോ എന്ത് സംഭവിക്കും? ആഹാരം നേരെ കഴിക്കാൻ സമയത്ത് കിട്ടില്ല, ടോട്ടലി ഡിസോർഡർ ആയി. ഇത് മൂലമുണ്ടാകുന്ന കൊളസ്ട്രോൾ, BP ബാലൻസ്, അൺബാലൻസിങ്, ഇതിനെയൊക്കെ മാനേജ് ചെയ്യാനുണ്ട് എന്ത്? അലോമുക്ത. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? അലോവേര, ബ്രഹ്മി, ശംഖുപുഷ്പം, അശ്വഗന്ധ. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാണ്? കൺട്രോൾ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നടക്കും. ഹെവി വർക്ക് ലോഡ് മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൺട്രോൾ ചെയ്തില്ല എന്ത് സംഭവിക്കും? ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ആര്? ഡയബറ്റിക്. ഡയബറ്റിക്കിന്റെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? മറ്റേ കൊറോണറി ആർട്ടറി, അതുപോലെയുള്ള കാർഡിയാക്ക്, അങ്ങനെയുള്ള ആ അറസ്റ്റിംഗിലേക്ക് മാറും. അപ്പൊ ഇത് ആരംഭത്തില് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തുകൂടെ? അലോമുക്ത കഴിച്ചു കഴിഞ്ഞാൽ. ടാബ്ലറ്റ് ആണിത്. രാവിലെ ആയിട്ട് ഒരു നേരമെങ്കിലും ഒരെണ്ണം കഴിക്കുക. വെറും 9 രൂപ. നമ്മുടെ പ്രൊഡക്റ്റിനുള്ള ഒരു പ്രത്യേകത 6 രൂപ, 8 രൂപ, 9 രൂപ, 10 രൂപ, 15 രൂപ, 30 രൂപ അങ്ങനത്തെയൊക്കെ ഉള്ളു. അപ്പൊ ഇന്ന് നമ്മളെ സാറ് എപ്പോ കഴിയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ എന്താണ് ഒരല്പം നേരത്തെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാറിന് സംസാരിക്കാൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷനിലൂടെ 5 പ്രോഡക്റ്റ് പറഞ്ഞ് നമ്മള് രണ്ടാമത്തെ 10 പ്രോഡക്റ്റിന്റെ സെഷൻ ഇന്നത്തെ കൊണ്ട് നമ്മൾ തീർക്കുകയാണ്. അടുത്ത ആഴ്ചയില് ബുധനാഴ്ച മറ്റ് 10 പ്രോഡക്റ്റ് ആയിരിക്കും നമ്മള് അതിനെ കൂടുതൽ സമീപിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇന്ന് എന്നെ രാവിലെ ഒരാൾ വിളിച്ചു, സാറേ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കണം, അതിനെന്താ കഴിക്കേണ്ടതെന്ന്. വയറ് വലുതായിട്ട് ഇങ്ങനെ വീർത്തിരിക്കണം, അതിനെന്താ കഴിക്കേണ്ടത്? നിങ്ങളിത് അറിയാതെ പോകരുത്. ഇവരോട് വഴക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മാഡം, നമ്മുടെ സിസ്റ്റത്തില് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അതായത് പ്രകൃതിയിൽ ചോദ്യങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഴ പെയ്തു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് എന്താ വലിയ കാര്യമുണ്ടോ? കാറ്റടിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഹിമാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് ഈ മഞ്ഞ് അങ്ങനെ ഉരുകി തരണം, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ പ്രകൃതിയിൽ നോക്കിയാൽ അവിടെ ചോദ്യങ്ങളില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളു? ഉത്തരം മാത്രമേ ഉള്ളു. അപ്പൊ ചോദ്യം എവിടുന്നാ വന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാ വന്നത്. അത് എന്തുകൊണ്ടാണത്? പ്രകൃതിയായി ബന്ധമില്ലാത്ത, ലയിക്കാത്ത ആ ഒരു ജീവിത ശൈലിയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. അടുത്ത സ്റ്റെപ്പ് പറയുമ്പോ മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് പറയാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിനോദ് സാറ്, അദ്ദേഹം ഒരു തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ തപസ്സിനെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത്. അതായത് പ്രകൃതിനെ മനസ്സിലാക്കിയാൽ അവിടെ ചോദ്യങ്ങളില്ല. എന്തൊക്കെയാണ് അവിടെ? മഴക്കാലം വരുന്നു, വേനൽ വരുന്നു, മഞ്ഞുകാലം വരുന്നു, മഴ വരുന്നു, വെയിലും എല്ലാം വരുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമില്ല, അവിടെ ഉത്തരം മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മാനേജ് ചെയ്യുക. ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്നാ വരുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വരുമ്പോ നമ്മൾ പ്രകൃതിക്ക് അന്യമായി പോയി. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ഒന്നും ഇല്ല. എന്റെ വീട്ടിൽ അമ്മയുണ്ട്, 97 കഴിഞ്ഞു വയസ്സ്. ഇരുമ്പ് ചെന്നാലും കഴിക്കും, എല്ലാ ആഹാരവും കഴിക്കും. ഒരു പ്രകൃതി അനുസാരിയായിരുന്നവര്. ഞാനിതിവിടെ പറയാൻ കാര്യം, നമുക്കൊരു ബേസിക് ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്. അതിന്റെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് സാറ്. 2 ദിവസം കൊണ്ട് 140 പേര് കണ്ടു കഴിഞ്ഞു. ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഒരു 3-4 മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ചലഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരില്ല. നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും. സമൂഹ ജീവിയാണ് നമ്മള്.
എല്ലാം ഒന്നും അപ്ഡേറ്റ് അല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ്. നമ്മളൊക്കെ എക്സലന്റ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ബേസിക് ആയിട്ട് ഒരു അസോസിയേറ്റ് IMC-യിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട കർമ്മമാണ് ആ 10 പ്രൊഡക്റ്റ്. ഇനി അതിനെക്കുറിച്ച് ക്ലാസ് ഉണ്ടാവൂല, അതിനെ കഴിഞ്ഞ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിനോദ് സാർ തപസ്സനുഷ്ഠിച്ചത്. അത് ഗംഭീരമായിട്ട് അതിനകത്ത് ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ട്, അടുത്തതിനകത്ത് നമുക്ക് റിക്കവർ ചെയ്യാം. ഇത്രയുമാണ് എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് പർച്ചേസ് 2500 ചെയ്യുമ്പോ ആ 10 പ്രൊഡക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം. എന്തൊക്കെയാണ്? ആൽക്കലിൻ വാട്ടർ, omega-3 6-9, Pro-T1 ഡെയിലി ഡയറ്റ്, ഗോമൂത്ര, ഹിമാലയൻ ബറി, കാൽസ്യം ടാബ്ലറ്റ്, സ്പൈർലീന, ശ്രീ തുളസി ആൻഡ് ഇമ്മ്യൂൺ 20X. ആ ഇമ്മ്യൂൺ 20X ഡെയിലി ഡയറ്റും ഒക്കെ കഴിച്ചവർക്ക് ഈ മഴക്കാലത്ത് ഒരു പ്രശ്നമില്ല. അവർക്ക് ചുമയില്ല, ശ്വാസം മുട്ടലില്ല, പനിയില്ല, ഒന്നുമില്ല അവർക്ക്. ഈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബേസ് പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് രോഗത്തിന്റെ ചികിത്സ. അതുകൊണ്ട് നിങ്ങൾ ആരും ചോദ്യം ചോദിക്കരുതെന്നല്ല. നിങ്ങൾ ചോദിച്ചോ. ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് സാധിച്ചു. അത് അവർക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് നാളെയൊക്കെ നിങ്ങൾ ചോദ്യം ചോദിക്കരുതെന്നല്ല എന്റെ അർത്ഥം. ആ ചോദ്യത്തിന്റെ ഇന്റൻസിറ്റി കുറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സെഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വിനോദ് സാറിന് നമുക്ക് അടുത്ത സെഷനിലേക്ക് സാറിന് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം.